തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എന്തിനാണ് നമ്മള് 28 വരെ നീട്ടി വെക്കുന്നത്? ഇക്കഴിഞ്ഞ ജനുവരി അവസാനമാണ് വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കും രണ്ടാമത്തെ കുഞ്ഞ് പിറന്നത്. ദേവികയുടെ ഗർഭകാല വിശേഷങ്ങളെല്ലാം ഉടനടി തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്ന വിജയ് പക്ഷേ കുഞ്ഞ് പിറന്ന വിവരം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രേക്ഷകരെ അറിയിച്ചത്. അതിന് കാരണം പ്രസവം ഇത്തവണ അത്ര സുഖകരമായി അല്ല നടന്നത് എന്നതായിരുന്നു. വാട്ടർ ബ്രേക്കായി കിടന്ന ദേവികയെ ആശുപത്രിയിലേക്ക് എടുത്ത് ഓടിയതിൻ്റെയും 19 മണിക്കൂറോളം ദേവിക ബോധമില്ലാതെ കിടന്ന സംഭവമെല്ലാം വിജയ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ദേവികയുടെ ആരോഗ്യസ്ഥിതി പോലും തുലാസിൽ ആയിരുന്നതുകൊണ്ടാണ് കുഞ്ഞു പിറന്നയുടൻ സന്തോഷം എല്ലാവരുമായും പങ്കുവയ്ക്കാൻ കഴിയാതെ പോയതെന്നുമായിരുന്നു പിന്നീട് വിജയ് പറഞ്ഞത്. മകൾക്ക് ഓം പരമാത്മ എന്നാണ് വിജയും ദേവികയും പേരിട്ടിരിക്കുന്നത്. പേര് വെളിപ്പെടുത്തിയതിനു ശേഷം കടുത്ത വിമർശനമാണ് ദേവികയും വിജയ്ക്കും ലഭിച്ചത്. വിചിത്രമായ പേരാണ് കുഞ്ഞിന് ഇരുവരും നൽകിയതെന്നും ഇതിലും വലിയ ക്രൂരത ആ കുഞ്ഞിനോട് ഇനി കാണിക്കാനില്ലെന്നുമെല്ലാമാണ് വിമർശനങ്ങൾ. പക്ഷേ അതേ പേരിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് വിജയിയുടെയും ദേവികയുടെയും തീരുമാനം. ആദ്യത്തെ കുഞ്ഞിന് ആത്മജ മഹാദേവ് എന്ന് പേരിട്ടപ്പോഴും ഇരുവർക്കും വിമർശനം ലഭിച്ചിരുന്നു. അന്ന് കിട്ടിയതിൻ്റെ ഇരട്ടിയാണ് ഇരുവർക്കും മകളുടെ പേര് വെളിപ്പെടുത്തിയ ശേഷം ലഭിച്ചത്. കുഞ്ഞിൻ്റെ പേര് മാത്രമേ ദമ്പതികൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് വിജയും ദേവികയും. 28 വരെ കാത്തു നിൽക്കുന്നില്ലെന്നും എല്ലാവരും കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഫേസ് റിവീൽ ചെയ്യുന്നതെന്നും ഇരുവരും പറഞ്ഞു. അടുത്ത ആഴ്ചയാണ് നൂലുകെട്ട്. പക്ഷേ പരീക്ഷയും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നില്ല. ബന്ധുക്കളിൽ പലർക്കും ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്തു. വേണ്ടപ്പെട്ടവർ കുഞ്ഞിൻ്റെ ഫേസ് റിവീലിങ്ങിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് 28 വരെ കാത്തു നിൽക്കാതെ കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യാമെന്ന് കരുതിയതെന്നാണ് വിജയ് പറഞ്ഞത്. മോളെ ഓം ബേബി എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എല്ലാവർക്കും ഇനി മുതൽ അങ്ങനെ വിളിക്കാമെന്നും ആ പേര് കിട്ടിയ വഴിയും വിജയ് വെളിപ്പെടുത്തി. 28 കെട്ടിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ പലരും വന്ന് മോനെയും മോളെയും കുറിച്ച് തിരക്കി. അതിൽ ഒരാൾ ഓം ബേബിക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഓം ബേബി എന്ന് വിളിക്കുന്നത് കൊള്ളാമല്ലോ എന്ന്. ഓം പരമാത്മ എന്ന് നീട്ടി വിളിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. എനിക്കങ്ങനെ വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കുഞ്ഞിനെ ഞങ്ങൾ ഓം ബേബി എന്നാണ് ഇപ്പോൾ വീട്ടിൽ വിളിക്കുന്നത്. ഡബിൾ ഓം ഇട്ട് വിളിച്ച് കുഞ്ഞിനെ ആരും കളിയാക്കരുത്. ഇതൊരു അച്ഛൻ്റെ രോദനമായിട്ട് കണക്കാക്കുക. ആത്മജ അവൻ്റെ അനിയത്തി വാവി എന്നാണ് വിളിക്കുന്നത്. അവന് ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞു കരയുകയാണെങ്കിൽ വന്ന് നോക്കിയിട്ട് ഞങ്ങളോട് പറയും. ഓം പരമാത്മയുടെ മുഖം ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരുടെ ചായയാണെന്ന് ഒരു പിടി കിട്ടുന്നില്ലെന്നും വിജയ് പറഞ്ഞു. ആദ്യം പലരും പറഞ്ഞതുപോലെ തന്നെയുണ്ട് കുഞ്ഞിനെ കാണാൻ എന്നാണ് ദേവികയും പറഞ്ഞത്.